കാണുന്ന മറ്റൊരു പ്രയാസമല്ല, പ്രഗ്നൻസി അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന പൈൽസും ഫിഷേഴ്സുമാണ്. നമുക്ക് ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിലും ഗർഭത്തിന് ശേഷം നമ്മൾ കുഞ്ഞിന് പാൽ കൊടുക്കുന്ന അവസ്ഥയിലും എപ്പോഴും നമുക്ക് നിർജ്ജലീകരണവും അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ തലഭാഗം താഴെ നമ്മുടെ പെൽവിസിൽ വന്ന് വരുമ്പോഴത്തേനും അവിടെ മലബന്ധം വരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളും പാൽ കൊടുക്കുന്ന അമ്മമാരെപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ മലം കട്ടിയാവാത്ത രീതിയിലുള്ള ഭക്ഷണവും വെള്ളവും കാര്യങ്ങളും കഴിക്കുവാനും, അപ്പോൾ അതേപോലെ എന്തെങ്കിലും ചെറിയ വേദനയോ ബ്ലീഡിങ്ങോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഒരു സിംഗിൾ എപ്പിസോഡ് എന്നുള്ളത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. റിപ്പീറ്റഡ് ആയിട്ട് ബ്ലീഡിങ് വരിക, റിപ്പീറ്റഡ് ആയിട്ട് വേദന വരിക, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് അവിടെ നിന്ന് വെള്ളം പോലെ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ, പഴുപ്പ് വരുന്ന അവസ്ഥയുണ്ടെങ്കിൽ അതൊരു സർജൻസിൻ്റെ OPയിൽ വന്ന് പരിശോധിച്ച് ഇത് ഏത് രീതിയിലുള്ള പ്രശ്നമാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ച് ഡയറ്റ് മോഡിഫിക്കേഷൻ ആണോ മെഡിക്കേഷൻ ആണോ എന്നുള്ള കാര്യം തീരുമാനിച്ച് സപ്പോർട്ട് ചെയ്ത് പോകലാണ് എപ്പോഴും നമ്മൾ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളും ശ്രദ്ധിക്കേണ്ടത്.